ഗൈസ് നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മളപ്പം സിഡ്നിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഒരു റോഡ് ട്രിപ്പാട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 3 ഫാമിലി ആയിട്ട് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ലിസ്മോറിൽ നിന്ന് സിഡ്നിക്ക് ഒരു യാത്ര പോവുകയാണ്. ഒരു 4 ദിവസത്തെ പരിപാടിയാണ്. നമ്മൾ 3 ദിവസം സിഡ്നിയിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 12 സീറ്റർ വാൻ നമ്മൾ ഇതിനായിട്ട് ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് മാക്സൺ ബ്രോ ഫാമിലിയും അതുപോലെ തന്നെ ഫർഷാദിൻ്റെ ഫാമിലിയുമാണ്. അപ്പോൾ മാക്സിം ബ്രോ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി ഉടനെ താഴെ എത്തും. എന്നിട്ട് ഞങ്ങൾ നേരെ ഫർഷാദിൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ ഫാമിലിനെ പിക്ക് ചെയ്തിട്ടാണ് ഈ യാത്ര തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ലിസ്മോറിൽ നിന്ന് ഏതാണ്ട് 8 മണിക്കൂറിൻ്റെ ഡ്രൈവ് ആട്ടോ സിഡ്നിയിലോട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്ട്രെയിറ്റ് സിഡ്നിയിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ചെന്നിട്ട് സമയമുണ്ടെങ്കിൽ 1-2 ലൊക്കേഷൻസ് കാണണമെന്ന് വിചാരമുണ്ട്. അപ്പോൾ ഈ സമയം ഇപ്പോൾ രാവിലെ 4 മണി കേട്ടോ. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ തിരിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ലോഡ് ചെയ്തിട്ടോ. അങ്ങനെ നേരെ ഫർഷാദിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് നേരെ വിടുക കേട്ടോ. അങ്ങനെ നമ്മൾ ഏഞ്ചലിൻ്റെ ഫർഷാദിൻ്റെ അടുത്തെത്തി. അപ്പം ഇനിയിപ്പം അവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കും കേട്ടോ. $1.8 കേട്ടോ 1 ലിറ്റർ ഡീസലിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയേക്കാം കേട്ടോ. ഏതാണ്ട് ഇപ്പം നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 2 മണിക്കൂറോളം ആയി. അപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തു. ഇവിടുത്തെ ട്രക്കുകളുടെ ഒരു നീട്ടം നോക്കി. പിന്നെ എത്ര ടയർ ഇത്. UK-നെക്കാട്ടിയും വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് സർവീസുകൾ ഇതുപോലത്തെ റെസ്റ്റ് ഏരിയകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി സംഭവമാണ്. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനും അതുപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ. കൊള്ളാം. വീണ്ടും ഡ്രൈവർ മാറിയിരിക്കുകയാണ്. കുഞ്ഞംബ്രോ ദ വാരിയർ. അങ്ങനെ ഞങ്ങളൊരു സർവീസിൽ നിർത്തിയിട്ട് രാവിലത്തെ കാപ്പി കഴിക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പം കുറച്ച് കാപ്പിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതും കഴിക്കാനുള്ള പരിപാടി. നിങ്ങൾക്ക് UK-ലും ഇവിടെ ഡ്രൈവ് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ? സത്യത്തിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല. എനിക്ക് ഇച്ചിരി കൂടെ ഇവിടെ സ്പീഡ് എടുക്കാൻ ഇച്ചിരി കൂടി എളുപ്പമുണ്ടോ? സ്പീഡ് എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. ക്യാമറകൾ കൂടുതലുണ്ട്, ക്യാമറകൾ കുറവാണ്. അതൊരു വലിയ പോയിന്റ് കേട്ടോ. ഇവിടെ ക്യാമറകൾ റോട്ടിൽ ഭയങ്കര കുറവാണ്. പക്ഷെ പറഞ്ഞ മാതിരി ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഭീകര ഫൈനുമാണ്. പക്ഷെ ഈ വണ്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 110-ന്റെ റോഡാണ്. പക്ഷെ എല്ലാവരും ഒരു 130-140 ആ റേഞ്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ 110-ല് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകണ്ടായിരുന്നു. ഇതൊരു 12 സീറ്റർ വാൻ ആണെങ്കിലും നമുക്ക് നമ്മുടെ കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റുന്നതാണ്. നമുക്കിങ്ങനെ ഫാമിലി ആയിട്ട് കൂടുതൽ ആളുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടൊരു യാത്ര പോകാനായിട്ട് പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ സിഡ്നിക്ക് അടുത്ത് എത്തിയിട്ടോ. ന്യൂകാസിൽ നിന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്ന് സിഡ്നിക്ക് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഡ്രൈവും കൂടെ ഉള്ളൂ. ഞങ്ങളൊരു ഹംഗ്രി ജാക്സിൽ നിർത്തിയിട്ട് ഉച്ചഭക്ഷണം കഴിക്കാമെന്നാണ് ഓർക്കുന്നത്. അപ്പം അതിനുവേണ്ടി നിർത്തിയതാട്ടോ. നമുക്ക് അകത്തേക്ക് പോവാം. ഒരു സ്പൈസി ചിക്കൻ ബർഗർ മീല് സാധാരണ അടിക്കുന്നത്. ടൂറിന്റെ എക്സ്പെൻസ് ഒക്കെ 1 മാസം കഴിയുമ്പോ ഇടാം. പേപ്പറെല്ലാം വന്നു കഴിഞ്ഞിട്ടേ അപ്പോൾ ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി കേട്ടോ. അപ്പം നമുക്ക് ചെക്ക് ഇൻ ആവാം. അപ്പോൾ ഞാൻ അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ആട്ടോ. അപ്പോൾ നാളെ
കുറച്ച് ലൊക്കേഷൻസൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ കാഴ്ചകൾ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ. ഇതാട്ടോ നമ്മുടെ സ്റ്റേ. രണ്ടാമത്തെ റൂം, ഇതൊരു മൂന്നാമത്തെ ചെറിയ റൂം. ടോയ്ലറ്റ് വരുന്നത്. ഇത് മറ്റൊരു റൂം. ഒരു ബാൽക്കണി ലോഞ്ച് വരുന്ന കേട്ടോ. Let's go. That's so deep. Yes, you're going in there. But you don't. Yes, you're going in You there. don't know swimming. So you teach me. So how do you go and do? Next one. Somehow they will like sing. Yes. I'm not going. ഗൈസ്, അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഇവിടെ ഒരു ടുലിപ്പ് ഗാർഡൻ ഉണ്ട് അടുത്തുള്ളൊരു ടൗണിൽ. അവിടേക്ക് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രാവലായിട്ടാണ് ഉള്ളത്. ആക്ച്വലി ടുലിപ്പിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു 1.5 മാസം മുമ്പേ. അപ്പോൾ എന്നാലും മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിൽ ആണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അത് കൂടാതെ തന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം ബ്രാഡ്മാൻ്റെ പേരിലുള്ളൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അത് രണ്ടും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇവിടുന്ന്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ടോളുണ്ട് കേട്ടോ ഈ റോഡിൽ. അപ്പോൾ നമ്മളിവിടെ ബൈ റോഡാണ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ടോളൊക്കെ അടയ്ക്കാനായിട്ട് പ്രിപ്പയർ ആയിട്ടിരുന്നു. അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. ഇവിടുത്തെ ടോളിന് വേറൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ ഇത് അടിക്കുന്നത് നമ്മൾ അറിയുന്നില്ലല്ലേ. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ചീട്ടി കൊടുക്കുന്ന അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് ഇതില് വണ്ടിയിൽ അകത്തിരിക്കുമ്പോ കേൾക്കാം. ഉള്ള കുറെ സ്ഥലത്തിന്റെ പേരുകള് ശരിക്കും UK പേരുകളുണ്ട് അല്ലേ. ലിവർപൂള് പേരുകള് ഒരുപാട് സ്ഥലങ്ങള് യുകെയുടെ അവിടുന്ന് കടയെടുത്ത ഒരുപാട് പേരുകളുണ്ട്. ഇവിടെ ജീംബൂമ്പ പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അത് ബ്രിസ്ബണിനടുത്ത് കുറെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് വെച്ചിട്ടുള്ള പേരുകളാണ് ആ സൈഡിലൊക്കെ അധികം ഉള്ളത്. ചില പേരുകളൊക്കെ ഭയങ്കര കോമഡിയാണ്. ഭാഗത്തൊക്കെ ഒരുപാട് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അധികം ആൾക്കാരൊന്നും കാണുന്നില്ല അല്ലേ. കുറേ സ്ഥലത്ത് റോഡ് പണി നടക്കുന്നുണ്ട്. നമ്മുടെ ഈ വഴിയരികിൽ നല്ല ഫ്രൂട്ട്സ് കണ്ടു കേട്ടോ. ഒരു ബോക്സ് മാംഗോ $10, പിന്നെ ചെറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫ്രൂട്ട് ബോക്സ് ഒക്കെ $10 അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി കയറി കേട്ടോ. ബേസിക്കലി ഒരു സർവീസസ് ആട്ടോ. വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അത് കൂടാണ്ട് ഇങ്ങനത്തെ കുറച്ച് സ്റ്റാളുകൾ പരിപാടികൾ ഒക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. അവിടെ ഒരു വാനിൽ കോഫി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരെ നടക്കുമ്പോൾ ടോയ്ലറ്റ്സ് വരുന്നുണ്ട്. ഇതൊരു പാകിസ്ഥാനി നടത്തുന്ന ഫുഡ് സ്റ്റാളാണ് കേട്ടോ. രാവിലെ ആയ കാരണം കൊണ്ട് തന്നെ അയാൾ സ്റ്റോക്കൊക്കെ എടുത്ത് വയ്ക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2-3 ഐറ്റം ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ചിലതൊക്കെ വൻ പരാജയമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോകുന്നത്. ഒരു 45 മിനിറ്റിൻ്റെ ഡ്രൈവിംഗ് കൂടി ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഞങ്ങളങ്ങനെ മ്യൂസിയത്തിലെത്തി കേട്ടോ. അപ്പം അതാണ് തോന്നുന്നു എൻട്രൻസ്.
നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 12 പേർക്ക് ടോട്ടൽ ടിക്കറ്റായത് $260 ആ ഒരു റേറ്റ് ആയിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ എന്നൊക്കെ ഉള്ളത് നോക്കാം. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. അപ്പം ഇത് ക്രിക്കറ്റ് ഇതിഹാസം ബ്രാഡ്മാൻ്റെ പേരിലുള്ള മ്യൂസിയമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ള കളിക്കാരനായിരുന്നു. പണ്ടത്തെ പ്ലെയറാണ്, പക്ഷേ ഒരു പുലിയായിരുന്നു. ഇതാട്ടോ മ്യൂസിയത്തിൻ്റെ അകം. ഇവിടെ കൃത്യമായിട്ട് ക്രിക്കറ്റിൻ്റെ ഒറിജിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. 1750കളുടെ ബാറ്റാട്ടോ കാണുന്നത്. ഇതൊരു മാതിരി മടൽ പോലെ ഉണ്ട്. ഇപ്പം കാണുന്നൊരു ബാറ്റിൻ്റെ ഷേപ്പേ അല്ല കേട്ടോ. ഇവിടെ 2 ബാറ്റ് കാണാം. ഇതെല്ലാം പഴയ ബാറ്റുകളാട്ടോ. 1785 ബാറ്റാട്ടോ. ഇവിടെ ക്രിക്കറ്റിൻ്റെ ഒറിജിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 1334 നമ്മുടെ ആടുകളെ മേച്ചിട്ടുള്ള കുറച്ച് ആട്ടിടയന്മാരാണ് ഇതാദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ ഒരു ഒറിജിൻ അവിടെ നിന്നാണ്. അവരുടെ കയ്യിലൊരു മടലൊക്കെ കാണാം. സദേൺ ഇംഗ്ലണ്ടിലാട്ടോ ഇതിൻ്റെ ഒറിജിൻ ആയിരുന്നത്. പിന്നെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് നല്ല താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വർത്തായിരിക്കും ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ 1804 മുതൽ 1892 കാലയളവിൽ പ്ലേയേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുള്ള അവരുടെ പാഡും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിൻ്റെ ഒരു വലുപ്പം നോക്കി ശരിക്കും വല്ലാത്തൊരു പടച്ചട്ടമാതിരി തന്നെ ഉണ്ട്. 1860 ക്രിക്കറ്റ് ടീമിൻ്റെ ബെൽറ്റാട്ടോ ഈ കാണുന്നത്. കുറച്ച് ഗ്ലെയറാണ്, കൃത്യമായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. വുമൺ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൻ്റെ 1934-35 സമയത്തെ അവരുടെ ടീം ജേഴ്സി ആട്ടോ. കൊള്ളാലേ. 1933 ഉപയോഗിച്ചിട്ടുള്ള ബാറ്റും സ്റ്റമ്പും കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് ആ സമയമൊക്കെ എപ്പോഴത്തേക്കും ഷേപ്പ് നമ്മൾ നോർമൽ ബാറ്റിൻ്റെ തന്നെ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇവിടെ ടി വിയിൽ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ ഒരു പറയുന്നുണ്ട്. ബ്രാഡ്മാൻ ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് ബാറ്റാട്ടോ അത്. ആണ് ഗഡി ബാക്കിൽ നിൽക്കുന്നത്. ഇവിടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ പഴയ അവരുടെ ക്രിക്കറ്റ് കോസ്റ്റ്യൂമിൽ. ഇതിൻ്റെ പുറകിൽ അവരുടെ പല പല സമയത്തുള്ള ജേഴ്സികൾ കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും ഒരാളിരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ശ്രീലങ്കയുടെ ജേഴ്സി, പഴയ ജേഴ്സി ഉണ്ടോ, വെസ്റ്റ് ഇൻഡീസിൻ്റെ ജേഴ്സി. ഇതിൻ്റെ ഉള്ളിൽ ഒരു തിയേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നിരുന്നിട്ട് ക്രിക്കറ്റിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ ഉള്ള വിഷ്വൽസ് ഈ തിയേറ്ററിൽ എല്ലാ സമയത്തും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു പരിപാടി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ക്രിക്കറ്റിൻ്റെ ഹിസ്റ്ററിനെ പറ്റിയും പഴയ പ്ലെയേഴ്സിൻ്റെ ഒരു കരിയറിനെ പറ്റിയും അവരുടെ സക്സസ് സ്റ്റോറിനെ പറ്റിയൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ മ്യൂസിയം ഒരു വർത്ത് വിസിറ്റിംഗ് പ്ലേസ് ആയിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്രയധികം ഇൻഫർമേഷൻസും അത്രയധികം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാട്ടോ. ക്രിക്കറ്റ് പോപ്പുലറായിട്ടുള്ള രാജ്യങ്ങളുടെ
ഫ്ലാഗുകളൊക്കെ ഇവിടെ കാണാം. ഇന്ത്യ നമ്മുടെ ഏകദേശം നടുക്ക് തന്നെയായിട്ടുണ്ട് കേട്ടോ. അയ്യവ ഇവിടെ ധാരാളം പ്ലെയേഴ്സിൻ്റെ പിക്ചറൊക്കെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുത്തയ്യ, മുരളീധരൻ അടക്കം. സച്ചിൻ നോക്ക്, സച്ചിൻ നല്ല ചുള്ളനായിട്ട് ഇരിപ്പുണ്ട്. അയ്യവ ഇവിടെ നമ്മുടെ ഒരു ഇന്ത്യൻ ജേഴ്സി കാണാം. അതുപോലെ തന്നെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ആയിട്ടുള്ള പല പല കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2000-ക്ക് ശേഷമാണെങ്കിൽ സച്ചിൻ്റെ മറ്റൊരു പിക്ചർ കാണാം. ആ സമയത്തെ ജേഴ്സീസും കാര്യങ്ങളൊക്കെയാണ്. ആ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള ബാറ്റുകൾ, അതുപോലെ പ്രധാനപ്പെട്ട ഗെയിമുകൾ, അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ. നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിയ ഫ്ലാഗ് കാണാം. എന്തായാലും കൊള്ളാം. ഇത് ലേറ്റ് 90s ഇവർ ഏൺ ചെയ്തിട്ടുള്ള കുറേ ടൂർണമെൻറ്റ് കപ്പുകളും ട്രോഫികളൊക്കെ കേട്ടോ. നമുക്കിവിടെ പബ്ലിക്കിന് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ബൗള് കാര്യങ്ങളൊക്കെ, പെണ്ണുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ചെറിയ കുഞ്ഞ് ബോള് കാര്യങ്ങളൊക്കെ, ഷെൽഫിൽ വയ്ക്കാൻ പറ്റുന്ന ചെറിയ സംഭവങ്ങൾ, റിസ്റ്റ് ബാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ $5, $4.95, ഏതാണ്ട് 250 രൂപ കേട്ടോ അതിൻ്റെ വില വരുന്നത്. പിന്നെ കുറേ ക്രിക്കറ്റ് ജേഴ്സീസ് ഉണ്ട് കേട്ടോ. അതെല്ലാം ക്യാപ്റ്റൻ ജേഴ്സീസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ. പിന്നെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്രിക്കറ്റിനെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബുക്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് ഹാൻഡ് ബുക്കുകളുണ്ട്. $10 അതിൻ്റെ വില. ഇതാട്ടോ ഈ മ്യൂസിയത്തിൻ്റെ ഒരു റിസപ്ഷൻ വരുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ തൊട്ട് പിറകിലായിട്ടൊരു വലിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മാച്ച് നടക്കുന്നുണ്ട്. കളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ പോകുന്ന ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ടുലിപ്പിൻ്റെ ഗാർഡനാണ്. ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അപ്പം ടുലിപ്പ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ ഭാഗത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറാട്ടോ. ഇപ്പോൾ സമയം 12 മണിയാണ്. നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥ. നല്ല കാറ്റുണ്ട്. എന്നാൽ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. നമ്മുടെ UK ഒരു സമ്മർ പോലെ, പീക്ക് സമ്മറൊക്കെ പോലെയുള്ള ഒരു കാലാവസ്ഥ. എന്തായാലും കൊള്ളാം. എന്താ ഗ്രീനറി നോക്കി. ഇത് ഗാർഡൻ്റെ ഒരു സൈഡാട്ടോ. ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കാണാം. കേട്ടോ കോബേറ്റ് ഗാർഡൻ്റെ എൻട്രൻസ്. പൂക്കളൊക്കെ നട്ടിട്ടുള്ളൂ. കുഞ്ഞിപ്പെണ്ണ് പൂക്കൾ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് പൂവ് പറിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മരങ്ങളുടെ ഒരു സൈസ് നോക്കി. നല്ല ഗ്രീനറി ആട്ടോ. അടിപൊളി, കൊള്ളാം. മേരിഗോൾഡ് ഒക്കെ അടുത്ത സീസണിലേക്ക് അവർ നട്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വന്നത് 3G ആയിട്ടോ ഗൈസ്. ടുലിപ്പിൻ്റെ സീസൺ കഴിഞ്ഞ കാരണം ടുലിപ്പൊക്കെ അവർ പറിച്ചു. ഇപ്പോൾ അടുത്ത സീസണിലേക്കുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടുലിപ്പ് കാണാൻ പറ്റില്ല. പക്ഷേ ടുലിപ്പ് ഉള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല അതിൻ്റെ ഫോട്ടോസൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. അടുത്ത സീസണിലേക്കുള്ള ഫ്ലവേഴ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഈ ഗാർഡൻ്റെ അവിടെ നിന്ന് തിരിച്ച് സിഡ്നിയിലോട്ട് പോവാട്ടോ.
ഞങ്ങളങ്ങനെ ഒരു പാർക്കിംഗ് കണ്ടുപിടിച്ചു സിഡ്നിയിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 2.2 മീറ്റർ ഹൈറ്റുള്ള വണ്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ വണ്ടി കറക്റ്റ് 2.2 മീറ്ററാണ്. അപ്പോൾ ഇത് കയറോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് നിങ്ങളിവിടെ നോക്കുവാണ്. ഇപ്പോൾ മെല്ലെ എടുത്തോ 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 മെല്ലെ എടുത്തോ. ഓ ഷിറ്റ് മാൻ. പക്ഷേ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കും കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഭയങ്കര സീൻ. നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് 2.2 മീറ്റർ ആണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത പാർക്കിങ്ങും 2.2 മീറ്റർ ഹൈറ്റ് അലൗഡ് ചെയ്യുന്ന പാർക്കിംഗ് ആയിരുന്നു. പക്ഷെ നമ്മളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്തിട്ടാണ് കയറുന്നില്ല. അതിൻ്റെ മുകളിൽ ആ ബാർമ ചെറുതായിട്ട് തട്ടുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പാർക്കിംഗ് തപ്പി നടക്കും കേട്ടോ. അവസാനം ഞങ്ങൾ ഒരു 1 അവർ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടെത്തി കേട്ടോ. സിഡ്നി ഓപ്പറ ഹൗസിൻ്റെ തൊട്ടടുത്താണ്. അപ്പം നമുക്ക് എന്തായാലും ഓപ്പറ ഹൗസിൻ്റെ അവിടേക്ക് നടക്കാം. നല്ല വെതറാട്ടോ, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള വെതറാണ് ഇവിടെ. ചീട്ട് കൊട്ടാരം പോലെ ഉള്ള ബിൽഡിങ്ങുകൾ കേട്ടോ, അടുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓപ്പറ ഹൗസിൻ്റെ അവിടേക്ക് നടക്കും കേട്ടോ. സ്ട്രീറ്റൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഈ സിറ്റി. നമുക്ക് താഴെയൊന്നും അങ്ങനെ ചപ്പ് ചവറുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ അവിടെ. സിഡ്നിയിലേക്ക് നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ പാർക്കിംഗ് ഒരു തലവേദന ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ വലിയ വാനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ 2.2 മീറ്റർ ഹൈറ്റ് കൂടുതലുള്ള വണ്ടികളാണെങ്കിൽ പാർക്കിംഗ് സെക്യൂർഡ് പാർക്കിംഗ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ഹൈറ്റ് ലിമിറ്റ് എല്ലാം 2.2 മീറ്റർ ഹൈറ്റിൽ താഴെയാണ്. അല്ലെ പിന്നെ ഏതെങ്കിലും സ്ട്രീറ്റ് പാർക്കിങ്ങേ നോക്കാനായിട്ട് പറ്റുള്ളൂ. അത് പലപ്പോഴും വളരെ ലിമിറ്റഡ് നമ്പർ പാർക്കിംഗ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഓപ്പറ ഹൗസിൻ്റെ അടുത്ത് എത്തിയിരിക്കുക കേട്ടോ. അയ്യവാ, തൊട്ടിപ്പുറത്ത് തന്നെ സിഡ്നി ബ്രിഡ്ജും കാണാം. എന്താ ലുക്കല്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അകലേന്ന് കാണാൻ തന്നെ സൂപ്പറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ അവിടെ. എല്ലാം ടൂറിസ്റ്റുകളാണ്. അടിപൊളി കൊള്ളാം. ഇവിടെ ആൾക്കാരൊക്കെ മെല്ലെ നടന്നു വരുന്നുള്ളൂ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്. പാർക്കിംഗ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഗൈസ് അവിടെ. ഇതിൻ്റെ ഇവിടുത്തെ ഒരു പരിസരത്തിൻ്റെ കാഴ്ചകൾ. ഒരു കപ്പൽ കിടക്കുന്നു നോക്കി, എന്താ അതിൻ്റെ വലുപ്പം നോക്കി. ഒരു ഭീമാകാരമായിട്ടുള്ള കപ്പൽ. സിഡ്നി ബ്രിഡ്ജ് കാണാം. ഓപ്പറ ഹൗസിൻ്റെ വ്യൂ ഇവിടെ നിന്നുള്ളത്. അയ്യവാ, നല്ല തിരക്കാട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങളിൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തിരക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഗർഭിണികളുള്ള കാരണം കൊണ്ട് നമുക്ക് അത്ര സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ ഉള്ളിൽ കയറുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കുറേ തിയേറ്ററുകളും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അവിടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഷോസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. മ്യൂസിക്കൽ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ സാധിക്കുന്നതാട്ടോ. എന്താണല്ലേ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ബ്യൂട്ടി, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാലേ ഈ ബിൽഡിങ്ങിൻ്റെ ബ്യൂട്ടി മാത്രമല്ല കേട്ടോ, ഈ ലൊക്കേഷൻ്റെ, അതായത് ഒരു സൈഡിൽ കടലാണ്, അവിടെ തന്നെ നമുക്ക് ഷിപ്പും കാര്യങ്ങളൊക്കെ കാണാം. ബ്രിഡ്ജ് വരുന്നുണ്ട്, കുറേ നൈസ് കെട്ടിടങ്ങളുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ ഒരു വൈബ് തന്നെയാണ് കേട്ടോ അവിടെ. നോക്കി ഇവിടെ നോക്കി, ശരിക്കും ഒരു കപ്പലിൻ്റെ തലയുടെ ഷേപ്പല്ലേ, തുമ്പ്. അകലേന്ന് കാണുമ്പോഴാട്ടോ ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവാ. ഇതാട്ടോ ഓപ്പറ ഹൗസിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുപാടുമുള്ള ഒരു വ്യൂ വരുന്ന കടലിൻ്റെ വെള്ളം നോക്കി. ഇതൊരു ഫിൽറ്ററും ഇല്ല കേട്ടോ, ഇതിപ്പോൾ ഡയറക്റ്റ് കാണുന്ന പോലെ തന്നെയാണ്.
ഈ വിഷ്വലിലുള്ളത് കേട്ടോ. അടിപൊളിയല്ലേ നിങ്ങൾ, നൈസായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ്സ്, കാഫേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച കേട്ടോ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നല്ല രസമായിരിക്കും. വേൾഡിലെ ഒരു ഐക്കോണിക് ബിൽഡിങ്ങിൻ്റെ താഴെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഉഷാർ പരിപാടിയല്ലേ. ഇവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കാന്നുള്ള ഇതിനെക്കുറിച്ചുള്ള കൂലങ്കശമായിട്ടുള്ള ചർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ സിഡ്നി ഒപ്പറ ഹൗസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം നേരെ തിരിച്ചിറങ്ങാനായിട്ടുള്ള പരിപാടി കേട്ടോ. നേരെ ടൗണിൽ പോകണം. വൈകുന്നേരത്തേക്കുള്ള ടേക്ക് അവേ എന്തെങ്കിലും എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ 1-2 മലയാളി കടകൾ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ 2ാമത്തെ ഡേ വൈൻഡപ്പായിട്ടോ. ഞങ്ങൾ കുറച്ച് ടേക്ക് അവേയും കാര്യങ്ങളൊക്കെ എടുത്തു, ചായയൊക്കെ കുടിച്ചു. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നാളെ നമ്മൾ ബ്ലൂ മൗണ്ടൻസ് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സൂ പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.